ഞാനൊരു മാരുതി 800 എങ്ങനെ റിന്യൂ ചെയ്യുമ്പോൾ റീടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്താണ് എടുത്തതെന്നുള്ള ഷോർട്ട് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പഴയ വണ്ടിയാണ് അടിച്ചത്, മൂന്നാമത്തെ ഓണറായിട്ടുള്ള വണ്ടിയാണ് മേടിച്ചത്. അപ്പോൾ ഇതൊരു വൈറ്റ് കളർ കാറായിരുന്നു. കളർ ചേഞ്ച് ചെയ്തു, RC ബുക്കിൽ ചേഞ്ച് ചെയ്തു. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ബാറ്ററി, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം, ഇലക്ട്രിക്കൽ പാർട്സ് എല്ലാം കംപ്ലൈൻ്റ് ഉള്ളതൊക്കെ റീപ്ലേസ് ചെയ്തു. എൻ്റെ ഡാഷ്ബോർഡ് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ഷനെല്ലാം പ്രോപ്പറായിരുന്നു. എൻ്റെ ഇലക്ട്രിക്കൽ വയറിംഗ് എല്ലാം പ്രോപ്പറാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡാഷ്ബോർഡ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിയറിങ്ങും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. പിന്നെ എൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ, അതായത് ESM, അതായത് നമ്മുടെ MBA5 വണ്ടിയാണ്. അപ്പോൾ അതിനകത്തുള്ള കാർബറേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് മൈലേജ് കുറയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കാർബറേറ്റർ ത്രോട്ടിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയത്. പിന്നെ ബാക്കിയുള്ള പാർട്സുകളെല്ലാം ക്ലിക്ക് ചെയ്യും. എനിക്ക് മെയിനായിട്ടൊരു കംപ്ലൈൻറ്റ് വന്നത്, നമ്മൾ കാർ ഓടിക്കുമ്പോൾ കട്ടറുകളും അതായത് വലിയ കുഴികളൊക്കെ ചാടി അതിൻ്റെ ക്രോസ് മെമ്പറിൽ ഇത് പൊട്ടൽ വീണുണ്ടായിരുന്നു. അപ്പോൾ അത് വെൽഡ് ചെയ്ത് ക്ലിയറാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് വൈറ്റ് കളറിലുള്ള നമ്മുടെ മാരുതി കുട്ടൻ നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു സൈറ്റ് വ്യൂവിൽ വെച്ച് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ അതിനകത്തുള്ള ബാക്കിയുള്ള ഇൻറ്റേർണൽ പാർട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി എൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അടയണമെന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലിയറാക്കി. പിന്നെ മെയിനായിട്ട് വന്നത് വണ്ടിയുടെ ടയർ ഫ്രണ്ടിലത്തെ അലൈൻമെൻറ്റ് തെറ്റായിരുന്നു. അതുകൊണ്ടാണ് ഫ്രണ്ടിലത്തെ ടയറുകൾക്കും ചെറിയ കൂടുതൽ തേയ്മാനം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീൽ ബേസ് ഊരി, പിന്നെ എന്തായാലും ഷോക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റുള്ള ഷോക്ക് അബ്സോർവറിൻ്റെ ബുഷുകളൊക്കെ മാറ്റി ക്ലിയർ ആയിരുന്നു. പിന്നെ അതിൻ്റെ വീൽ അഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് മെയിനായിട്ട് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ബ്രേക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, ബ്രേക്കിന് കംപ്ലൈൻറ്റ് ഇല്ലാത്ത കാരണം ബ്രേക്കിലധികം നോക്കിയില്ല. അത്യാവശ്യം ഡിസ്ക്കാണ് ഫ്രണ്ടിൽ, ബാക്കിൽ ഡ്രമ്മും ആയിരിക്കും, മെക്കാനിക്കലായിരിക്കും. അപ്പോൾ അതിൻ്റെ ആക്സിൽ നമ്മുടെ ഷോക്ക് അബ്സോർവറിൻ്റെ പാർട്ട് നിന്ന് അഴിച്ചെടുത്തിട്ട് അതിലെ ഷോക്ക് പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ വണ്ടി ഇന്ന് ജാക്കിയിൽ, അതായത് പൊക്കി വെച്ചാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഷോക്കെല്ലാം പൊക്കി വെച്ചിട്ടാണ് ഷോക്ക് അഴിച്ചെടുത്തത്. ഷോക്ക് അഴിച്ചതിൻ്റെ ഷോക്കിൻ്റെ സ്പ്രിങ് റിലീസ് ചെയ്യാൻ വേണ്ടി ടൂൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റബ്ബറിൻ്റെ ഐറ്റംസാണ്. കുറേ നാൾ കഴിയുമ്പോൾ ദ്രവിച്ച് അതിൻ്റെ ഹാർഡ്നെസ് കൂടി വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്കാവില്ല. അതുകൊണ്ട് അത് ക്ലിയറാക്കി റീഫിറ്റ് ചെയ്തു. പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡ്രമ്മ് ബ്രേക്ക് ഷൂവും അത് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തുരുമ്പ് പിടിച്ച കാരണം തുരുമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അത്യാവശ്യം ചെറിയ സ്പ്രിങ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെ മാറ്റാനുണ്ടെങ്കിൽ അത് മാറ്റി അത് റീഫിറ്റ് ചെയ്തു. പിന്നെ മെയിനായിട്ട് വന്നത് ഫ്രണ്ട് ഡ്രൈവ് വണ്ടികളിലെല്ലാവർക്കും അതായത് ആക്സിലിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആക്സിൽ സ്റ്റിയറിംഗ് റോഡ് അടിയിലത്തെ അത് അഴിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റിയറിംഗ് അതിൽ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലത്തെ ആക്സിലിൻ്റെ രണ്ട് കപ്പുകളുണ്ട്. ജസ്റ്റ് ആ കപ്പുകളൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പൊടികളൊക്കെ കയറി കുറേ നാൾ കഴിയുമ്പോൾ അത് റബ്ബർ പാർട്സ് ആയ കാരണം അത് വിണ്ടി കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം അതായത് നമ്മുടെ വണ്ടി ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ഈ വന്നത് ആമിലാണ്. അപ്പോൾ ആ ആമൊന്ന് റീപ്ലേസ് ചെയ്ത് പുതിയത് മേടിച്ചിട്ട് ഏകദേശം ഒരു 1500 സംതിങ് ആയിരിക്കും രണ്ടെണ്ണത്തിന് കൂടി റേറ്റ് വരുന്നത്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞപ്പോൾ അടിയിലത്തെ പാർട്സുകളിൽ ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യാനും ബാക്കി നമ്മുടെ സ്റ്റിയറിംഗ് റോഡ് എല്ലാം ക്ലിയറാക്കി, അതും അതിൻ്റെ റബ്ബറിൻ്റെ പാർട്സ് എല്ലാം അഴിച്ച് ക്ലിയറാക്കി. പിന്നെ വീലിന് നമുക്ക് ആമറില്ല. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബയറിങ് കുറച്ച് കോസ്റ്റ്ലിയാണ്, ഏകദേശം 1000 രൂപ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ബയറിങ് ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് വീൽ ബയറിങ് മാറ്റി, വണ്ടി എല്ലാ പാർട്സുകളും മാറ്റി എല്ലാ കണ്ടീഷനാക്കി. അപ്പോഴാണ് ഓയിൽ ചേഞ്ച് വരുന്നത്. ഓയിൽ ചേഞ്ചിൽ മെയിനായിട്ട് വരുന്നത് ഗിയർ ഓയിലുണ്ട്, എഞ്ചിൻ ഓയിലുണ്ട്. ഗിയർ ഓയിൽ എഞ്ചിൻ ഓയിൽ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെയിൻറ്റിങ്ങിന് കയറ്റാൻ വേണ്ടി, പെയിൻറ്റിങ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് പെയിൻറ്റൊക്കെ, കാറിൻ്റെ പെയിൻറ്റൊക്കെ. അപ്പോൾ ഏറ്റവും അത്യാവശ്യം റേറ്റുള്ളൊരു പെയിൻറ്റാണ് മേടിച്ചത്. എനിക്കിഷ്ടമുള്ളൊരു കളർ ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ സെലക്ട് ചെയ്തു.
അപ്പോൾ റീടെസ്റ്റിന് കയറ്റുമ്പോൾ ഫുള്ള് പാർട്സ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് നമ്മൾ എപ്പോസി പ്രൈമർ അടിച്ച് ബാക്കിയെല്ലാം PU കളറാണ് മേടിച്ചത്. PU ബ്ലൂ കളർ മേടിച്ച് പിന്നെ അതിൻ്റെ ഹാർഡർ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചത്. അപ്പോൾ കംപ്ലീറ്റ് ഇൻ്റർണൽ പാർട്ടും എല്ലാം അടിച്ചു കഴിഞ്ഞപ്പോൾ നൈറ്റും അതുപോലെ പെയിൻ്റ് അടിക്കേണ്ടി വന്നു. അല്ലാതെ തീരില്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് നൈറ്റും വർക്കോട് കൂടിയാണ് തീർത്തത്. അപ്പോൾ പെയിൻ്റ് അടിച്ച് ഉണങ്ങാനുള്ളൊരു താമസമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് ബാക്കിയുള്ള പാർട്സുകളെല്ലാം ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇനി വേണ്ടത് ഇതിൻ്റെ ഫിനിഷിംഗ് കോട്ടായിട്ട് നമ്മൾ ക്ലിയർ കോട്ട് അടിക്കണം. അപ്പോൾ 2 പ്രാവശ്യം ക്ലിയർ കോട്ട് അടിച്ചാലാണ് അതിൽ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അടിച്ചത് ഒരു കണ്ടീഷനിൽ ക്ലിയർ കോട്ട് അടിച്ചു. ടെസ്റ്റിന് കയറ്റാൻ വേണ്ടി മൂവാറ്റുപുഴ ലാണ് ടെസ്റ്റ് വന്നത്. മൂവാറ്റുപുഴ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുള്ള കണ്ടീഷനിലാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അത്യാവശ്യം ഒരു ആവറേജ് ലുക്കിലാണ് വണ്ടി ഇരിക്കുന്നത്. 4 അലോയ് വീലുകളാണ്.